ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു മട്ടൺ അവിക്കറി എന്ന് പറഞ്ഞ ഒരു റെസിപ്പിയാണ്. ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ ഗ്രാൻഡ് മദറാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. ഉമ്മ ഈ കറി ഉണ്ടാക്കുന്നത് വിറകടുപ്പിൽ ചട്ടിയൊക്കെ വെച്ച് അങ്ങനെ കുറേ സമയം ചട്ടിയിലിട്ട് വറ്റിച്ചൊക്കെയാണ് ഉണ്ടാക്കുന്നത്. നമുക്കിപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞാനിവിടെ കുക്കറിലാണ് കാണിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് റെഡിയാകുകയും ചെയ്യും. നല്ല രുചിയുള്ളൊരു കറിയാണ്, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. ഈ കറി ഉണ്ടാക്കാൻ വേണ്ടി 1/2 കിലോ മട്ടൺ എടുത്ത് ക്ലീൻ ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. കറിയിലേക്ക് ചേർക്കാൻ വേണ്ടുന്ന ചുവന്നുള്ളി നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനത്തെ കല്ല് ഉപയോഗിച്ച് ചതച്ചെടുക്കണം. ഇതിൽ ചോപ്പ് ഇതൊന്നും അല്ല ഉപയോഗിക്കുന്നത്. നല്ലതുപോലെ ചുവന്നുള്ളി ചതച്ച് ചേർക്കുന്നതാണ് ഈ കറിയിലേക്ക് ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത്. 1/2 കിലോ മട്ടണിന് ഇങ്ങനെ ചതച്ച് ചുവന്നുള്ളി 250 ഗ്രാമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ കറിക്ക് സവാള ചേർക്കില്ല, ചുവന്നുള്ളി തന്നെയാണ് ചേർക്കുന്നത്. 15 അല്ലി വെളുത്തുള്ളി എടുത്ത് ഇവിടെ ചതച്ച് വെച്ചിട്ടുണ്ട്. 2 ഇഞ്ച് കഷ്ണം ഇഞ്ചി എടുത്ത് ചതച്ച് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. 6 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും 3 തണ്ട് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയുമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മട്ടണിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ചമുളക്, കറിവേപ്പില, എടുത്ത് വെച്ചിരിക്കുന്ന പൊടികൾ, ഉപ്പ് എന്നിവ ചേർത്ത് നല്ലതുപോലെ യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം ഇത് 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഈ റെസിപ്പിയിൽ പൊടികളായിട്ട് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. വേറെ പൊടികളൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഗരം മസാല പോലും ഇതിൽ ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. ഇതൊരു ചാറോട് കൂടിയുള്ള കറിയല്ല, മസാലയൊക്കെ മട്ടണിൽ പൊതിഞ്ഞിരിക്കുന്ന രീതിയിൽ ഉള്ള ഒരു കറിയാണിത്. ഇത് നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് മട്ടണിൽ. ഇനി ഒരു പാൻ എടുത്ത് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കാം. ഏകദേശം 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 10 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് വഴറ്റി കൊടുക്കുക. നല്ല ബ്രൗൺ കളർ ആകുന്നതിനും വരെയും വഴറ്റി കൊടുക്കണം. ഇപ്പം നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ പുരട്ടി വെച്ചിരിക്കുന്ന മട്ടൺ കുക്കറിലോട്ട് മാറ്റി അതിലോട്ട് ഈ പൊരിച്ച് വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. എണ്ണയോടുകൂടി ചേർത്ത് കൊടുക്കണം. വെളിച്ചെണ്ണയിൽ തന്നെ പാകം ചെയ്യാൻ ശ്രദ്ധിക്കുക. ആ 3 ടേബിൾ സ്പൂൺ എണ്ണ മാത്രമേ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളൂ, വേറെ എണ്ണയൊന്നുമില്ല. ഈ മട്ടൻ്റെ നെയ്യൊക്കെ ഇതിൽ നിന്ന് ഇറങ്ങി വന്നിട്ടാണ് ബാക്കി നമുക്ക് ഓയിൽ കിട്ടുന്നത് ഈ കറിക്ക്. ഇത് കുക്കറിലിട്ട് വേവിക്കുന്നതിന് പകരം നമുക്ക് ടൈം ഉണ്ടെങ്കിൽ ചട്ടിയിലിട്ട് വേവിക്കാവുന്നതാണ്, ചെറിയ തീയിൽ. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു 20 മിനിറ്റ് കുക്കറിലിട്ട് ഈ മട്ടൺ വേവിച്ചെടുക്കുക. മട്ടൺ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടിയിലോട്ട് ഈ മട്ടൺ വെന്തത് മാറ്റാം. ഇനി ഇതിൽ കിടന്ന് നല്ലതുപോലെ ഈ ഉള്ള വെള്ളമെല്ലാം ഒന്ന് വറ്റി വരണം. ചെറിയ തീയിലിട്ട് ഈ വെള്ളം വറ്റിച്ചെടുക്കാം. വെള്ളമൊക്കെ വറ്റി വന്നതിന് ശേഷം ഇതിലേക്ക് വേണമെങ്കിൽ അല്പം കുരുമുളക് പൊടിയും കൂടെ എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. എരിവ് വേണ്ടവർക്ക് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ചില പച്ചമുളകിന് എരിവ് കുറവായിരിക്കും, അതുകൊണ്ട് ഞാൻ ഇപ്പം കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നല്ലതുപോലെ ഇതൊന്ന് ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചട്ടിയുടെ അടിയിൽ പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ മട്ടണിൽ പൊതിഞ്ഞിരിക്കുന്ന രീതിയിലേ മസാല ഉണ്ടാവുള്ളൂ. ഇതിൽ നല്ല രുചിയുള്ളൊരു കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കൊരു സെർവിങ് പ്ലേറ്റിലോട്ട് ഇത് മാറ്റാം. നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു കറിയും കൂടിയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ല വിഭവമായിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്